എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കാകോലുകീയത്തിലെ 14-ാമത്തെ കഥയാണ്. മൂങ്ങമന്ത്രിമാരുടെയും രാജാവിൻ്റെയും ആവശ്യപ്രകാരം രക്താക്ഷൻ പറഞ്ഞ കഥയാണിത്. ഒരു മലമ്പ്രദേശത്തുള്ള വൻമരത്തിന്മേൽ സ്വർണം വിസർജിക്കുന്ന സിംഹൂകൻ എന്നൊരു പക്ഷി വസിച്ചിരുന്നു. ഒരു ദിവസം ഒരു വേടൻ അവിടെ വന്നെത്തി. സ്വർണം വിസർജിക്കുന്ന പക്ഷിയെ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. തുടർന്ന് വല വെച്ച് വിഡ്ഢിയായ പക്ഷിയെ പിടിച്ച് അയാൾ കൂട്ടിലിട്ട ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ വേടൻ ആലോചനയിലായി. ഇത്തരത്തിലുള്ള ഒരു പക്ഷി എൻ്റെ കയ്യിലുള്ള വിവരം ആരെങ്കിലും രാജാവിനോട് ചെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണൻ തന്നെ അപകടത്തിലായേക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനെ രാജാവിന് കാഴ്ചവെച്ച് കളയാം. ഉടനെ തന്നെ വേടൻ പക്ഷിയെയും കൊണ്ട് രാജസന്നിധിയിലെത്തി പക്ഷിയെ രാജാവിന് കാഴ്ചവെച്ചു. രാജാവിന് വളരെ സന്തോഷമായി. അയാൾ ഭൃത്യരെ വിളിച്ച് പക്ഷിയെ നല്ലവണ്ണം നോക്കാൻ കൽപ്പിച്ചു. ഈ സമയം അവിടെ എത്തിയ മന്ത്രി പറഞ്ഞു, ഈ വേടൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷിയുടെ വിസർജ്യം സ്വർണമായി തീരുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതിനെ വെറുതെ കൂട്ടിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിനെ വിട്ടയക്കാം. മന്ത്രിയുടെ ഉപദേശം കേട്ട രാജാവ് പക്ഷിയെ വിട്ടയക്കാൻ കൽപ്പിച്ചു. കൂട് തുറന്ന ഉടനെ തന്നെ പക്ഷി പറന്ന് വളരെ ഉയരത്തിൽ ചെന്നിരുന്നു. എന്നിട്ട് സ്വർണം വിസർജിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഞാൻ വിഡ്ഢിയായി, രണ്ടാമത് എന്നെ പിടിച്ച വേടൻ, മൂന്നാമത് മന്ത്രിയും, നാലാമത് രാജാവും വിഡ്ഢിയായി. ഞാനടക്കം എല്ലാവരും വിഡ്ഢികൾ തന്നെ. തുടർന്ന് പക്ഷി അതിൻ്റെ പാട്ടിന് പറന്നുപോയി. കഥ അവസാനിപ്പിച്ച് രക്താക്ഷൻ തുടർന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മളെല്ലാവരും വിഡ്ഢികളാണെന്ന്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും രക്താക്ഷൻ പറഞ്ഞത് കൂട്ടാക്കാതെ മൂങ്ങകൾ സ്ഥിരജീവിക്ക് ധാരാളം ഭക്ഷണം കൊടുത്ത് ആരോഗ്യവും ശക്തിയും ഉണ്ടാക്കി. അപ്പോൾ രക്താക്ഷൻ സ്വന്തം കൂട്ടുകാരെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു, തലമുറകളായി എൻ്റെ വംശക്കാർ ഈ രാജവംശത്തിലെ മന്ത്രിമാരാണ്. അതുകരുതി ഞാൻ ഗുണദോഷിച്ചതിന് ഫലം കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് വല്ല മലങ്കോട്ടയിലും ചെന്ന് താമസിക്കാം. ഒരു കാര്യം സംഭവിക്കാൻ ഇടയാകും മുൻപ് അതിന് പരിഹാരം കാണുന്നവൻ സുഖമായി ജീവിക്കും. ഗുഹ മിണ്ടി കേട്ടിട്ടില്ലെന്ന് ഒരു കുറുക്കൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കൂട്ടുകാരുടെ അപേക്ഷയനുസരിച്ച് രക്താക്ഷൻ പറഞ്ഞ ഗുഹയുടെയും കുറുക്കൻ്റെയും കഥ അടുത്ത ഭാഗത്തിൽ പറയാം. കാകോലുകീയത്തിലെ 14-ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.